ഹലോ, നമ്മുടെ മഴതോരും മുമ്പ് സീരിയലിലെ നാളത്തെ പ്രൊമോ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വൈജയുടെ സിറ്റുവേഷനൊക്കെ ഒരുവിധം വളരെ ചെറിയൊരു തോതിലൊക്കെ ഒരു മാറ്റം വന്ന് ഒരു സബ് റൂമിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ബാലേന്ദ്രൻ വീട്ടിലാണ്. കാരണം അലീനയും കൃഷ്ണമോളും ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ബാലേന്ദ്രൻ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ഗോവർദ്ധനും വൈഫും അവരൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ രാജീവനും ശിവശങ്കരനും ഉണ്ട്. അവർ രാത്രിയാകുമ്പോൾ പോകുമെന്ന് തോന്നുന്നു. അപ്പം കാര്യങ്ങളൊക്കെ ഒരുവിധം നല്ല രീതിയിൽ ഒക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പേടിക്കേണ്ട ഘട്ടമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പ്രൊമോ പറയുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ ലൈക്ക് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്നാലും നമ്മുടെ വീഡിയോ കൂടുതൽ എൻഗേജ്ഡ് ആവത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ദീർപ്പിക്കുന്നില്ല, നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അപ്പം നമ്മുടെ രാജീവും ശിവശങ്കരനും കൂടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ്. ഗംഗേട്ടൻ വരുന്നുണ്ട് വൈജയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്, ഓ അയാളിപ്പം വന്നിട്ട് പിന്നെ ഇപ്പം എന്തൂട്ടെടുക്കാനാ? അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അങ്ങനെയല്ല ശിവേട്ടാ, ഗംഗേട്ടനും വൈജയുടെ കാര്യത്തിൽ തീരുമാനങ്ങളൊക്കെ ഉത്തരവാദിത്വം ഉള്ളതല്ലേ, അങ്ങനെ ഒഴിയാൻ പറ്റില്ലല്ലോ. അയാൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് അയാൾ ബാലേന്ദ്രൻ്റെ പക്ഷത്തായിരുന്നു. വൈജയ്ക്ക് ഇട്ട് രണ്ട് കൊടുത്തിട്ട് പോയെന്നാണ് പറയണത് കേട്ടോ. പിന്നെ അയാൾ വന്നിട്ട് ഇതിന് എന്ത് തീരുമാനം ഉണ്ടാക്കാനാ? അപ്പോൾ രാജീവ് പറഞ്ഞു, അതൊന്നും അല്ല, ഗംഗേട്ടനും കൂടെ വരട്ടെ. ഇനിയിപ്പോൾ വൈജയ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയാൽ തന്നെയും എങ്ങോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനമില്ല. കമലേട്ടെത്തി നോക്കൂ എന്ന് രാജീവ് ശിവേട്ടനോട് ചോദിക്കുകയാണ്. ഇപ്പം തന്നെ ബബിതയും രോഹിത്തും ഒക്കെ അവിടെ, അമ്മ അവിടെ, എല്ലാം കൂടെ കമല നോക്കൂ എന്നുള്ള കാര്യവും മറ്റും എനിക്കറിഞ്ഞൂടാ. അതൊക്കെ ചോദിക്കണം. അപ്പോൾ രാജീവ് പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞ ഗംഗേട്ടനും കൂടെ വരട്ടെ. ഇനിയിപ്പോൾ അങ്ങോട്ട് ബാലേന്ദ്രൻ്റെ അങ്ങോട്ടാണോ കൊണ്ടുപോകണത് അത് ഇങ്ങോട്ടോ, ഇതിനെല്ലാം ഒരു തീരുമാനം, ഒരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കെല്ലാം ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗോവർദ്ധന അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് രാജീവിൻ്റെ അടുത്തും ശിവശങ്കറിൻ്റെ അടുത്തും പറഞ്ഞു, അതെ വൈജയന്തിയുടെ ബില്ല് ഒന്ന് സെറ്റിൽ ചെയ്യണമായിരുന്നു, അപ്പോൾ ബില്ല് വന്നിട്ടുണ്ട്, അപ്പോൾ അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ രാജീവ് ചാടിക്കയറി പറഞ്ഞു, ബില്ല് വന്നാൽ അവളുടെ കെട്ടിയവനുണ്ടല്ലോ ബാലേന്ദ്രൻ, അയാളുടെ കൊണ്ട് കെടുക്കുക, അയാൾക്ക് എല്ലാ കഴിവുള്ള ആളാണല്ലോ, അയാളങ്ങ് അടയ്ക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും തീരുമാനം അങ്ങനെ തന്നെയാണ്. അതായത് ഇത്രയും വലിയ പെങ്ങൾ സ്നേഹിയാണ്, പക്ഷെ രണ്ടുപേരും ലക്ഷ്യങ്ങൾ സമ്പാദ്യമുള്ളവരാണ്. പക്ഷേ പൈസയുടെ കാര്യം വന്നപ്പോൾ പതുക്കെ ന്യൂട്രല്ല ബാലേന്ദ്രൻ്റെയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ഗോവർദ്ധന ഇത് കേട്ടിട്ട് ഒരു വല്ലായ്മ പോലെ ഗോവർദ്ധനം പോയി. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹരിശങ്കറിനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ശരണ്യായിട്ട് റീൽസ് എടുക്കലും ബഹളമാണ് അവിടെ. ഇതിപ്പം പുത്തിരിയുള്ള കേസൊന്നും അല്ല നമ്മുടെ ഹരിശങ്കറിൻ്റെ കാര്യം. എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ അടുത്തത്, അതാണല്ലോ ഹരിശങ്കറിൻ്റെ ആ ഒരു നേച്ചർ. അങ്ങനെ പെട്ടത് ഇപ്രാവശ്യം എന്തായാലും ശരണ്യാണ്. അങ്ങനെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഒരു രീതിയിലൊക്കെ നമ്മുടെ ഹരിശങ്കർ നല്ല റൊമാൻറ്റിക്കായിട്ടൊക്കെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ ഒരു ഹോം സ്റ്റേ സ്ഥലത്താണ് ഇതൊക്കെ. എൻ്റെ റീൽസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോകണു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തെ റൂമും കൂടെ എടുത്തിട്ടുണ്ട് അവിടെ. അതങ്ങടെ 3000 രൂപയുണ്ട്. അവൻ ഇവിടെ നിന്ന് ഇതിന് പൈസയും മറ്റുമൊക്കെ കിട്ടുന്നത് ഒന്നീ പൈസ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റും, അച്ഛനുള്ളപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന്, പിന്നെ അതൊന്നും അല്ലെങ്കിൽ രോഹിത്തിൻ്റെ നിന്ന് മേടിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നു പോകണമല്ലോ. അപ്പം ഇത് ഇങ്ങനെ മാറി 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 വരും പോലെയാണ് ഹരിശങ്കറിന് ഓരോ പെണ്ണുങ്ങളുടെ ഇതെന്ന് പറയണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം പതുക്കെ ശരണ്യയുടെ അടുത്ത് ഹരി പറയുകയാണ്, നമുക്കിനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനോ? അതെ, നമുക്ക് റൂമുണ്ടല്ലോ, ഒന്ന് ഫ്രഷായി റെസ്റ്റൊക്കെ എടുത്തു തരാം. വേണ്ട റൂമിലോട്ടൊന്നും പോകേണ്ട ഹരിയേട്ടാന്ന് പറയുന്നുണ്ട്. നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ എന്ന് പറയാം. അത് കേട്ടപ്പോൾ ശരണ്യ പറയാം, അതുകൊണ്ടല്ല ഏട്ടാ എന്നൊക്കെ പറയും. നീ എന്നാ വന്നേന്ന് പറയാം. അങ്ങനെ റൂമിലോട്ടൊക്കെ പോകും. ശരണ്യെ നോക്കുമ്പോൾ വലിയ റൂമൊക്കെ, ഇതെന്തിനായിട്ടാ 1-2 മണിക്കൂർ നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും രൂപയൊക്കെ കൊടുത്ത് ഇത്രയും വലിയ റൂമൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ ഹരിയേട്ടാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശരണ്യെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഹരി പറയുന്നു, അതൊന്നും എനിക്ക് വിഷയമൊന്നും അല്ല, എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളി വലിയ ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ അവളെ മുന്നിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് എന്നിട്ട് ബെഡിൽ ചെന്ന് ഹരി ഇരിക്കുക. എന്നിട്ട് പറയാം, എൻ്റെ അടുത്ത് വന്നിരിക്കാൻ. വേണ്ട അടുത്തിരിക്കുന്നുള്ള പരിപാടിയൊന്നും വേണ്ട. ഓഹോ അങ്ങനെയാണോ? നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ഇപ്പം തന്നെ പൊക്കോളൂ. നിനക്ക് എന്നെ അത്ര വിശ്വാസക്കുറവാണെങ്കിൽ. അതൊക്കെ ഹരിയുടെ ഒരു ന്യൂട്രൽ നമ്പറാണ്. അങ്ങനെ ഇതുപോലെ എത്ര
പെൺകുട്ടികളെ ഹരി ഈ കെണിയിൽ ഇപ്രാവശ്യം ശരണ്യാണ് പെട്ടേക്കുന്നത്. അങ്ങനെ ശരണ്യയെ വന്ന് അടുത്തൊക്കെ ഇരുന്ന് പിന്നെ അവർ തമ്മിൽ ഹരി ടച്ചിങ് ഒക്കെ തുടങ്ങി. ടച്ചൊക്കെ ചെയ്ത് അവസാനം പെട്ടുപോയി എന്ന് പറയണല്ലേ നല്ലത്. ശരണ്യ വീണു ഹരിയുടെ കെണിയിൽ. അങ്ങനെ ആ പണിയൊക്കെ പരിപാടിയൊക്കെ ആ രീതിയിൽ നടക്കുകയാണ്. ഈ സമയം നമ്മുടെ ഗോവർദ്ധനൻ നമ്മുടെ ബാലേന്ദ്രനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ വൈജയുടെ ബില്ലും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ ശിവേൻ്റെ അടുത്തും രാജീവേൻ്റെ അടുത്തും കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു വൈജയുടെ ഭർത്താവ് ഉണ്ടല്ലോ അയാളുടെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രന് ദേഷ്യ കാര്യം എന്ന് വെച്ചാൽ വലിയ വീമ്പാണ്. പെങ്ങളുടെ കാര്യം ചോദ്യം ചെയ്യാൻ പറഞ്ഞൊക്കെ പൈസയുടെ കാര്യം വന്നപ്പോൾ പ്ലേറ്റൊക്കെ അങ്ങ് മാറി. അപ്പോൾ ഗോവർദ്ധൻ്റെ അടുത്ത് ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഇന്നത്തെ എൻ്റെ അവസ്ഥയിൽ വൈജയുടെ ബില്ലടയ്ക്കാനുള്ള സമ്പാദ്യമൊക്കെ എനിക്കുണ്ട്. എന്തായാലും ഞാൻ നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ വരുമല്ലോ. വരുന്ന സമയത്ത് അവർക്കല്ലെങ്കിൽ പറയാം ബാലേന്ദ്ര ബില്ല് വന്നിട്ടുണ്ട് ഞങ്ങളടയ്ക്കണോ അതോ നീ അടയ്ക്കുമോ എന്ന് ചോദിക്കണമെങ്കിൽ അതൊരു അന്തസ്സായിരുന്നു. ഇത് വലിയ ഇതെന്നുള്ള രീതിയിൽ ബാലേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഗോവർദ്ധൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാം സെറ്റിൽ ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന രംഗം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ബാലേന്ദ്രൻ വീട്ടിലാണ്. അപ്പം അലീനയുടെ അടുത്ത് അത്താഴത്തിനുള്ള ഫുഡൊക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോളും അലീനയും ബാലേന്ദ്രനാണുള്ളത്. അങ്ങനെ ഫുഡ് ബാലേന്ദ്രന് കൊടുക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കഴിച്ചോ? ഇല്ല അച്ഛാ ഞങ്ങൾ പിന്നെ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും എന്തിനാ പിന്നത്തേക്ക് ഇരിക്കുക, നമുക്ക് മൂന്നുപേർക്കും ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. നാളെ രാവിലെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. പക്ഷേ അലീനയുടെ മുഖം എന്തോ പോലെയാണ്. കാര്യം എന്ന് വെച്ചാൽ മനസ്സ് മൊത്തം വൈകിയാണ്. കാര്യം അമ്മയ്ക്ക് എന്താകും, അമ്മ ഇനി എന്തായി തീരും. അപ്പോൾ ബാലേന്ദ്രൻ കൃഷ്ണമോളുടെ അടുത്തും അലീനയുടെ അടുത്തും കൂടെ പറയുന്നുണ്ട് നാളെ രാവിലെ പോകണം. അപ്പം അലീന ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള് ഇരിക്കുന്നുണ്ടാണ് മാഡം ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമോ അതോ അച്ഛൻ അങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. കൃഷ്ണമോള് അറിയാം വൈജയുടെ മകളാണ് എന്നുള്ള വിവരം കൃഷ്ണ അറിഞ്ഞു എന്നുള്ളത് അലീനയ്ക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് മാഡം ഒന്ന് കൃഷ്ണമോളെ മുമ്പിൽ വെച്ച് അലീന വിളിക്കുന്നത് വൈജയന്തിയെ. അപ്പം പറയും അറിയില്ല, ഇനി അതിനൊക്കെ ഒരു തീരുമാനം എടുക്കണം. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകുമോ അതോ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. അവളെന്ത് തീരുമാനിക്കുന്നറിയാം. പക്ഷേ വൈജയ്ക്ക് ഒരു കാര്യം എന്തായാലും ഉറപ്പുണ്ട്, കമലയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പാടഞ്ചും പെടും എന്നുള്ള ബോധം വൈജയ്ക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നു എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീനയും കൃഷ്ണയും കൂടെ പറയണേ, കൃഷ്ണമോള് പറയണേ ഇപ്പം തന്നെ ബബിതേച്ചിയും രോഹിതേട്ടനും പോയിട്ടുണ്ടല്ലോ, മിക്കവാറും കമല ആൻറ്റിയുടെ ഒരാഴ്ച അതിൽ കൂടുതൽ നിൽക്കണം, അതിന് മുന്നേ ഇങ്ങ് എത്തിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ ആൻറ്റി നോക്കത്തൊന്നുമില്ല, അമ്മ ഇവിടെ നിൽക്കട്ടെ, നമ്മളെല്ലാവരും ഉണ്ടല്ലോ നമുക്ക് നോക്കാം. അപ്പോൾ അലീനയും പറയാം അത് മതി അച്ഛാ, മാഡത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന് അലീനയും പറയുന്നു. എന്തായാലും നോക്കാം, എന്താ തീരുമാനിക്കണേന്നൊന്നും അറിയില്ല. അങ്ങനെ പിറ്റേ ദിവസം ആവാണ് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങണം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഗോവർദ്ധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗോവർദ്ധൻ്റെ അടുത്ത് ചോദിക്കും എവിടെ രാജീവേട്ടനും ശിവശങ്കരനൊക്കെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുക. അവർ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ വരുമായിരിക്കും ഇപ്പോൾ തന്നെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞ് നിൽക്കുകയാണ്, എന്തായാലും ബാലേന്ദ്രൻ ഒന്ന് കയറി കണ്ടോളാൻ പറയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈജയുടെ ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ബാലേന്ദ്രൻ്റെ മനസ്സൊന്ന് ഇടറി. പല പല കാര്യങ്ങൾ ബാലേന്ദ്രൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി മറയുകയാണ്. പഴയ കാര്യങ്ങളും താൻ സ്നേഹിച്ചിരുന്ന കാലഘട്ടവും അത് കഴിഞ്ഞ് താൻ കല്യാണം കഴിക്കണോ, മക്കൾ, പിന്നെ ഇതറിയുന്ന അവസ്ഥ, അങ്ങനെ പല ഘട്ടങ്ങളും മിന്നിമായാണ്. പക്ഷേ ഈ ഒരവസ്ഥ അത് അവൾക്ക് ഈശ്വരൻ കൊടുത്തതാണോ എന്നറിയില്ല. കാര്യം എന്ന് വെച്ചാൽ അവസാനമായിട്ട് വൈജയന്തി ബാലേന്ദ്രനെ വെല്ലുവിളിച്ചിട്ടാണ് പോണത്. അതായത് നിങ്ങൾക്ക് ബാലേന്ദ്ര ഒരു ചാൻസും കൂടെ ഞാൻ തരുന്നു, എൻ്റെ മക്കളെ ഓർത്ത് അവളെ തിരിച്ച് വിടുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിലുണ്ടാവും, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇനി ഈ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയായിട്ട് ഉണ്ടാവത്തില്ല എന്നുള്ളൊരു വെല്ലുവിളി വിളിച്ചിട്ടാണ് നമ്മുടെ വൈജയന്തി അവസാനമായിട്ട് ബാലേന്ദ്രൻ്റെ മുന്നിൽ നിന്ന് പോണത്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു കിടപ്പ് കണ്ടപ്പോൾ ബാലേന്ദ്രൻ്റെ മനസ്സൊന്ന് പതറി കേട്ടോ. പക്ഷേ എങ്കിലും ഇതൊക്കെ അവൾ അർഹിച്ച അവൾ ചോദിച്ച് മേടിച്ച ഒരു ശിക്ഷ. കാരണം എന്ന് വെച്ചാൽ അത്രമേൽ അഹങ്കാരത്തിൻ്റെ കൈയും കാലും വെച്ചൊരു സ്ത്രീയായിട്ടാണ് വൈജയന്തിയുടെ ആ ഒരു രീതി. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം
ഏകദേശം നാളെ വരാനിരിക്കുന്ന പ്രൊമോ ഇതൊക്കെ തന്നെയാണ്. വൈജയന്തി ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വരാൻ പോണു. വന്നു കഴിഞ്ഞാൽ കൈതക്കൽ വീട്ടിലോ അതോ നെടുമ്പുരയ്ക്കൽ വീട്ടിലോ എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. അതോടൊപ്പം തന്നെ ഇനിയിപ്പം വൈജയെ നോക്കാനായിട്ട് ഹോം നേഴ്സിനെ വെക്കുമോ എങ്ങനെയാണ് ഒന്നും അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഗംഗേട്ടൻ എന്തായാലും വരുന്നുണ്ട്. വന്നു കഴിഞ്ഞ ശേഷം കാര്യങ്ങൾക്ക് കൂടുതൽ രാജീവും നമ്മുടെ ശിവശങ്കറിൻ്റെയൊക്കെ പത്തി മടങ്ങാൻ സാധ്യതയുണ്ട്. കാര്യം ഗംഗേട്ടൻ വരികയാണല്ലോ. ഇതിൻ്റെ A to Z എല്ലാം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഗംഗേട്ടൻ. അപ്പോൾ പുള്ളി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ വരുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ മറുതോരും മുമ്പേ സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.